ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ ബ്രേക്ക്ഔട്ടും വലിയ ട്രെൻഡ് ആവില്ല. ചിലപ്പം ബ്രേക്ക്ഔട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആവും, അതുപോലെ തന്നെ ചിലപ്പോൾ അതൊരു ഷോർട്ട് ടേം എക്സൈറ്റ്മെന്റ് ആവാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ചോദിക്കേണ്ട ചോദ്യം ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകിയോ ഇല്ലയോ എന്നുള്ളതല്ല. റിയൽ ചോദ്യം ഇതാണ്: ആ ബ്രേക്ക്ഔട്ടിന്റെ പിന്നിൽ ആക്ച്വൽ സ്ട്രെങ്ത് ഉണ്ടോ എന്നാണ്. അപ്പൊ ഇവിടെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ വരുന്നത്. അപ്പൊ ഇത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് RSI അല്ല. റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഒരു സ്റ്റോക്ക് ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത് അതോ വീക്ക് ആയിട്ടാണോ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരും. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഭാരതി എയർടെൽ നിഫ്റ്റി 500 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ കാണിച്ചു തരും. ഈ ഒരു ഇൻഡിക്കേറ്റർ നിഫ്റ്റി 500നെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ ഇവിടുത്തെ റൂൾ സിമ്പിൾ ആണ്. റിലേറ്റീവ് സ്ട്രെങ്ത് ലൈൻ 0യുടെ മേലെയാണെങ്കിൽ സ്റ്റോക്ക് ബ്രോഡർ മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ്. ഇനിയിപ്പം റിലേറ്റീവ് സ്ട്രെങ്ത് 0ന് താഴെയാണെങ്കിൽ സ്റ്റോക്ക് ബ്രോഡർ മാർക്കറ്റിനെ അണ്ടർ പെർഫോം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇപ്പം ഒരു സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുവാണ്, അതൊരു റിലേറ്റീവ് സ്ട്രെങ്തും 0യുടെ മേലെ മൂവ് ചെയ്യുവാണെങ്കിൽ കൺവിക്ഷൻ സ്ട്രോങ് ആയിട്ട് ഇവിടെ കണക്കാക്കാം. എന്നാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ബ്രേക്ക്ഔട്ടിന്റെ ഒപ്പം വീക്ക് ആണെങ്കിൽ ബ്രേക്ക്ഔട്ടിന്റെ ക്വാളിറ്റി ഇവിടെ വീക്ക് ആവാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ഏകദേശം 6 വർഷത്തെ കൺസോൾട്ടേഷന് ശേഷം ഇവിടെ ബ്രേക്ക്ഔട്ട് നൽകി. അപ്പൊ ആ ഒരു സമയത്ത് റിലേറ്റീവ് സ്ട്രെങ്തും 0യുടെ മേലെ മൂവ് ചെയ്തു. അപ്പൊ അതിനുശേഷം ഒരു സ്ട്രോങ് റാലി ഇവിടെ കണ്ടു. ഇനിയിപ്പം ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസും ഏകദേശം 1 വർഷത്തെ കൺസോൾട്ടേഷന് ശേഷം ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് ഇവിടെ നൽകി. റിലേറ്റീവ് സ്ട്രെങ്ത് ഔട്ട് പെർഫോമൻസ് സിഗ്നൽ നൽകി. അതിനുശേഷം അപ്വേർഡ് പോയി. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു ബയോസെൽ റെക്കമെൻഡേഷൻ അല്ല. ഈവൻ പോസിറ്റീവ് ഇൻഡിക്കേറ്റേഴ്സോടെ സെറ്റപ്പ് ഇവിടെ ഫെയിൽ ആവാം. അപ്പൊ അതുകൊണ്ടാണ് റിസ്ക് മാനേജ് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് എന്ന് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ട്രേഡിംഗ് വ്യൂവില് എങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പൊ ചാർട്ടിൽ ഇൻഡിക്കേറ്റർ സെക്ഷനിൽ പോയി റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഭാരത് ട്രേഡറിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുക. അപ്പൊ സെറ്റിംഗ്സിലുള്ള ഇൻപുട്ട് ടാബില് കമ്പാരിറ്റീവ് സിമ്പിൾ നിഫ്റ്റി 500 ആയിട്ട് സെറ്റ് ചെയ്യുക. കാരണം അതാണ് ഇന്ത്യയുടെ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ്. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്ടർ ഇൻഡിസസ് ആഡ് ചെയ്യാം. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ HDFC ബാങ്ക് നിഫ്റ്റി ബാങ്ക്, മാരുതി സുസുക്കി നിഫ്റ്റി ഓട്ടോ എഞ്ചിൻ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പീരീഡിൽ നമുക്ക് 26 എന്ന് എൻറ്റർ ചെയ്യാം. കാരണം വീക്ക്ലി ബ്രേക്ക്ഔട്ട് ചാർട്ട്സിൽ 26 റെപ്രസെന്റ് ചെയ്യുന്ന 26 വീക്സ് ആണ്. അപ്പൊ ഇത് ട്രെൻഡ് സ്മൂത്ത് ആക്കും, ഫോൾ സിഗ്നൽസ് കുറയ്ക്കും, അതുപോലെ മീഡിയം ടേം മൊമെന്റും ക്യാപ്ചർ ചെയ്യും. സ്റ്റൈൽ ടാബിൽ ബബിൾസ് റിമൂവ് ചെയ്യാനായിട്ട് കൺഫർമേഷൻ ബബിൾസ് അൺടിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പൊ ഇൻഡിക്കേറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഇതുപോലത്തുള്ള സ്റ്റോക്സ് എങ്ങനെ നമുക്ക് സ്കാൻ ചെയ്യാം? അപ്പൊ നമ്മളൊരു സിമ്പിൾ സ്ക്രീനറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മാർക്കറ്റ് ക്യാപ്പ് എബോ 3000 CR, സ്റ്റോക്ക് പ്രൈസ് അവർ 52 വീക്ക് ഹൈയിൽ നിന്ന് 10% കൂടുതൽ താഴെ ആകരുത്. കറന്റ് പ്രൈസ് 50 DMA 200 DMA രണ്ടിന്റെ മുകളിലായിരിക്കണം. 50 DMA 200 DMA മുകളിലായിരിക്കണം. അപ്പൊ ഈ ഒരു ഫിൽറ്റർ നമുക്ക് 320 കമ്പനികളാണ് നൽകിയത്. എന്നാൽ ഇവിടെ ഫിൽറ്റർ മാത്രം പോരാ, ഇതിനുശേഷം മാനുവൽ ബ്രേക്ക്ഔട്ട് ട്രാക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സ്ട്രോങ് കൺസോൾട്ടേഷന് ശേഷം ബ്രേക്ക്ഔട്ട് കാണുവാണ്, അതേസമയത്ത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുവാണെങ്കിൽ അത് പൊതുവെ ഒരു ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് ആയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ് വഴി നമ്മൾ 5 ബ്രേക്ക്ഔട്ട് സെറ്റപ്സ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരുടെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത്തിന്റെ ബേസിൽ ഈ കമ്പനികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ ചാർട്ടിൽ കാണുന്ന സ്ട്രെങ്ത് ബിസിനസ് സ്റ്റോറിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇന്നിപ്പോ മോൾസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഇതെല്ലാം റെന്റൽ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന മെഷീൻസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വന്ന് ഫിനിക്സ് മിൽസ് ആണ്. ഏകദേശം 2 വർഷത്തോളം സ്റ്റോക്ക് കൺസോൾട്ടേഷൻ റേഞ്ചിലായിരുന്നു. ഇപ്പം ബുള്ളിഷ് ക്യാൻഡിലൂടെ റേഞ്ച് ബ്രേക്ക്ഔട്ട് സംഭവിച്ചു. റിലേറ്റീവ് സ്ട്രെങ്തും 0യുടെ മേലെയാണ്. അപ്പൊ ഇത് നിഫ്റ്റി 500 വെച്ച് നോക്കുമ്പോൾ ഔട്ട് പെർഫോമൻസ് സിഗ്നൽ ആണ്. ഇവിടെ 1890 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. ബിസിനസ് സിമ്പിൾ ആണ്. മുംബൈയിലെ ഫിനിക്സ് പാലഡിയം പോലൊരു പ്രൈം ലൊക്കേഷനിൽ നിങ്ങൾ ഒരു മോൾ പണിതെന്ന് വിചാരിക്കാം. അതിന്റെ അതേ ഇക്കോസിസ്റ്റത്തിൽ തന്നെ ഒരു ലക്ഷറി ഹോട്ടലും പ്രീമിയം ഓഫീസ് ടവേഴ്സും ഡെവലപ്പ് ചെയ്തെന്ന് വിചാരിക്കാം. ഫിനിക്സ് മിൽസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മോൾ ഓണർ. അപ്പൊ കമ്പനിക്ക് ഇപ്പൊ 8 സിറ്റികളിലായിട്ട് 12 ഓപ്പറേഷണൽ മോൾസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് മോളുകൾ മാത്രമല്ല, അവർക്ക് 5 മില്യൺ സ്ക്വയർ ഫീറ്റിലായിട്ട് ഓപ്പറേഷണൽ ഗ്രേഡ് A ഓഫീസസും അതിലെ 588 കീസോടെ 2 ഹോട്ടൽസും ഉണ്ട്. 2026 ഫൈനാൻഷ്യലിൽ അവരുടെ റീറ്റെയിൽ പോർട്ട്ഫോളിയോയുടെ ലീസ്റ്റ് ഒക്യുപ്പൻസി 97%. ഇപ്പൊ റവന്യൂ ബ്രേക്കപ്പിൽ മോൾസ് അതിൽ ഓഫീസ് റെന്റൽസ് ഏകദേശം 73% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഹോട്ടൽ ബിസിനസ് 16% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ റെസിഡൻഷ്യൽസ് 11% ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് 3 ഇരട്ടി കൂടി. അതിൽ നെറ്റ് പ്രോഫിറ്റ് 5.8x വളർന്നു. പ്രോഫിറ്റ് ഗ്രോത്ത് സെയിൽസ് ഗ്രോത്തിനേക്കാളും കൂടുതലായിരുന്നു. കാരണം കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ബെനിഫിറ്റ് ഇവിടെ ലഭിച്ചു. അതുകൊണ്ട് മാർജിൻസ് 50% നിന്ന് 60% ഇവിടെ ഇംപ്രൂവ് ആയി. ഇവിടെ ഗ്രോത്ത് ഔട്ട്ലുക്കും സ്ട്രോങ് ആണ്. 2030 റീറ്റെയിൽ സ്പേസ് 11.5 മില്യൺ സ്ക്വയർ ഫീറ്റിൽ നിന്ന് 18 മില്യൺ സ്ക്വയർ ഫീറ്റിൽ അധികമായിട്ട് ഇവിടെ കൂടാം.
അപ്പൊ കമ്പനിയുടെ ഓഫീസ് പോർട്ട്ഫോളിയോ ഇരട്ടിയായി 9 മില്യൺ സ്ക്വയർ ഫീറ്റ് വരെ എത്താനാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സും സ്കെയിലപ്പ് ചെയ്യാനാണ് കമ്പനിയുടെ ഗൈഡൻസ്. ഇപ്പൊ 2026 ഫൈനാൻഷ്യലിൽ 588 കീസ് ഉണ്ടായത് 2030 2188 കീസ് ആയിട്ട് കൂട്ടാനാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ബാലൻസ് ഷീറ്റിലും എക്സ്പാൻഷൻ വിസിബിൾ ആണ്. 2026 ഫൈനാൻഷ്യല് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഏകദേശം 3900 കോടിയാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇത് ഫിക്സഡ് അസറ്റ്സിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത 2-3 വർഷങ്ങളിൽ പോർട്ട്ഫോളിയോ ഏരിയയുടെ ഏകദേശം 36 മുതൽ 50% വരെ റിന്യൂവലിന് വരും. അപ്പൊ അതുപോലെ തന്നെ ഓരോ വർഷവും ഏകദേശം 15% ലീസ് എക്സ്പയർ ആവും. അപ്പൊ ഇവിടെ ഈ റെന്റൽസ് പ്രതീക്ഷിച്ച പ്രീമിയത്തിൽ റിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കമ്പനിയുടെ ഗ്രോത്ത് സ്ലോ ആവാനുള്ള സാധ്യത ഇവിടെയുണ്ട്. സോ ഇവിടുത്തെ പോയിന്റ് ഇതാണ്, ഫിനിക്സ് മിൽസിന് ബ്രേക്ക് ഔട്ടിനൊപ്പം സ്ട്രോങ് റെന്റൽ ലെഡ് ഗ്രോത്ത് സ്റ്റോറി ഉണ്ട്. എന്നാൽ ലീസ് റിന്യൂവൽസും എക്സ്പാൻഷൻ എക്സിക്യൂഷനും മുന്നോട്ടേക്ക് എങ്ങനെ പോകുക എന്നുള്ളത് നമ്മളിവിടെ ശ്രദ്ധിച്ച് മോണിറ്റർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇനി നമ്മുടെ അടുത്ത കമ്പനി റിയൽ എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്നില്ല, പകരം പ്രൈം ഓഫീസ് സ്പേസസ് ഫ്ലെക്സിബിൾ വർക്ക് സ്പേസ് ആക്കി മാറ്റുന്ന ബിസിനസ് ആണ് കമ്പനി ചെയ്യുന്നത്. വിവർക്ക് ഇന്ത്യ മാനേജ്മെന്റ്. ഒക്ടോബർ 2025 ലിസ്റ്റിംഗിന് ശേഷം സ്റ്റോക്കിൽ ഏകദേശം 36% കറക്ഷൻ കണ്ടു. അതിനുശേഷം റിക്കവറി തുടങ്ങി. അതുപോലെ ഇപ്പൊ പ്രീവിയസ് ഓൾ ടൈം ഹൈയുടെ മുകളിൽ ബ്രേക്ക് ഔട്ട് നൽകി. ഇപ്പൊ റിലേറ്റീവ് സ്ട്രെങ്ത്തും ഔട്ട് പെർഫോമൻസും ഇവിടെ സിഗ്നൽ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ തന്നെ 18% പ്രൈസ് ഇൻക്രീസ് നൽകി. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നല്ലൊരു അപ്രോച്ച് ആയിട്ട് കണക്കാക്കാം. ഈ സെറ്റപ്പ് 623 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. വിവർക്ക് ഇന്ത്യ പ്രീമിയം ഫ്ലെക്സിബിൾ വർക്ക് സ്പേസ് സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. അപ്പൊ കമ്പനി പ്രൈം ലൊക്കേഷനുള്ള ബിൽഡിംഗ്സിൽ ലോങ് ടേം ലീസിൽ എടുക്കും. അതിന് ഫിറ്റ് ഔട്ട്സ് ചെയ്തതിനു ശേഷം സ്റ്റാർട്ടപ്സ് മുതൽ ഫോർച്യൂൺ 500 കമ്പനീസ് വരെ എല്ലാവർക്കും ഫ്ലെക്സിബിൾ ടേംസിൽ റെന്റിന് കൊടുക്കും. അപ്പൊ കസ്റ്റമറിന് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് ഒരു ഡെസ്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ 3 വർഷത്തിന് 1000 ഡെസ്ക് വരെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറ്റും. അപ്പൊ ഈ ഒരു മോഡൽ വഴി വിവർക്ക് ട്രഡീഷണൽ റിയൽ എസ്റ്റേറ്റിനെ ഫ്ലെക്സിബിൾ ഓൺ ഡിമാൻഡ് വർക്ക് സ്പേസ് സർവീസ് ആയിട്ട് മാറ്റും. ഇന്ത്യയിൽ 8 മെയിൻ സിറ്റീസിലായിട്ട് അവർക്ക് 76 ഓപ്പറേഷണൽ സെന്റേഴ്സ് ഉണ്ട്. ഇവർക്ക് ഏകദേശം 1,26,900 ഡെസ്ക് കപ്പാസിറ്റി ഉണ്ട്. വിവർക്ക് ഗ്ലോബൽ ബ്രാൻഡ് ഒപ്പം വിവർക്ക് ഇന്ത്യക്ക് എംബസി ഗ്രൂപ്പിൽ നിന്ന് പ്രൊമോട്ടർ സപ്പോർട്ട് ഉണ്ട്. ഫൈനാൻഷ്യൽസിൽ കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് 3 ഇരട്ടി കൂടി. 2022 മുതൽ 2024 ഫൈനാൻഷ്യൽ വരെ കമ്പനിയുടെ ലോസ് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതിൽ 2025 മുതൽ 2026 ഫൈനാൻഷ്യലിൽ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ലെവലിൽ കമ്പനി പോസിറ്റീവ് ആണ്, അതിൽ മാർജിൻ ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹൈ ഇൻട്രസ്റ്റ് അതിൽ ഡിപ്രീസിയേഷൻ കാരണം പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വീക്ക് ആയിട്ട് അവിടെ നിന്നു. 2026 ഫൈനാൻഷ്യലിൽ നെറ്റ് പ്രോഫിറ്റ് 75 കോടിയിൽ നിന്നു. എന്നാൽ പ്രീവിയസ് ഇയറിലെ ക്യാരി ഫോർവേഡ് കാരണം ടാക്സ് ഇമ്പാക്ട് ഫേവറബിൾ ആയിരുന്നു. സോ നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, കമ്പനിക്ക് ടാക്സ് ലോസ് ക്യാരി ഫോർവേഡിനെയോ അതർ ഇൻകത്തെയോ ആശ്രയിക്കാതെ സസ്റ്റൈനബിൾ നെറ്റ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കിയാൽ 2027 ഫൈനാൻഷ്യയുടെ കപ്പാസിറ്റി 1,55,000 ഡെസ്ക് വരെ കൂട്ടാനാണ് ടാർഗറ്റ്. അതായത് 2026 ഫൈനാൻഷ്യറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 23% ഗ്രോത്ത്. അപ്പൊ മാനേജ്മെന്റ് 20% കൂടുതൽ റവന്യൂ ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. അതുപോലെ എക്സ്പാൻഷൻ അതിൽ ഫിറ്റ് ഔട്ട്സിന് വേണ്ടി അടുത്ത വർഷത്തേക്ക് 500 കോടി മുതൽ 600 കോടി വരെ ക്യാപെക്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ റിസ്ക് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ കമ്പനിക്ക് ലാൻഡ് ലോഡ്സ് ആയിട്ട് 5 മുതൽ 10 വർഷം വരെ നീളുന്ന ലോങ് ടേം ലീസും ലോക്ക് ഇൻ എഗ്രിമെന്റും ആണ് ഉള്ളത്. എന്നാൽ മെമ്പർ എഗ്രിമെന്റ്സ് ഷോർട്ട് ടേം ആണ്. നോർമലി ഏകദേശം 1 മുതൽ 3 വർഷം വരെ, അല്ലെങ്കിൽ ചില കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ബേസിസിൽ പോലുമാണ്. അപ്പൊ ഇവിടെ ഒക്യുപ്പൻസി കുറഞ്ഞ ഫിക്സഡ് ലീസ് പേയ്മെന്റ് ക്യാഷ് ഫ്ലോസിൽ പ്രഷർ ഉണ്ടാവാം. സോ ഇവിടുത്തെ പോയിന്റ് ഇതാണ്, വിവർക്ക് ഇന്ത്യയിൽ ബ്രേക്ക് ഔട്ടും കപ്പാസിറ്റി എക്സ്പാൻഷൻ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ പ്രോഫിറ്റബിലിറ്റി, ക്വാളിറ്റി, ലീസ് ലയബിലിറ്റി, അതിൽ ഒക്യുപ്പൻസി എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ കമ്പനി ഒരു ഫാർമ ബാക്ക് ആൻഡ് പ്ലെയർ ആണ്. അപ്പൊ ഇവർ ഗ്ലോബൽ ഫാർമ ഇന്നോവേറ്റേഴ്സിന് വേണ്ടി കോംപ്ലക്സ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് മാനുഫാക്ചർ ചെയ്യും. അതാണ് ന്യൂലാൻഡ് ലാബ്സ്. 2024 ഡിസംബർ തൊട്ട് സ്റ്റോക്ക് ഏകദേശം 18,000 ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു റെസിസ്റ്റൻസിന് മേലെ ബ്രേക്ക് ഔട്ട് നൽകിയിട്ടുണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത്തും ഔട്ട് പെർഫോമൻസ് സിഗ്നൽ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 17,000 താഴെ പോയാൽ ഈ ട്രെൻഡ് ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. ന്യൂലാൻഡ് ലാബ്സ് ഒരു പ്യൂർ പ്ലേ API, അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസും CDMO, അതായത് കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ ബിസിനസ്സിലാണ്. ജസ്റ്റ് ലൈക്ക് ആപ്പിൾ ഫോൺ ഡിസൈൻ ചെയ്യും, എന്നാൽ അത് മാനുഫാക്ചർ ചെയ്യുന്നത് ഫോസ്കോൺ ആണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഫാർമ കമ്പനീസ് ഡ്രഗ് ഡെവലപ്പ് ചെയ്യും, പക്ഷെ ആ ഡ്രഗ്സിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് ന്യൂലാൻഡ് ലാബ്സ് ആണ്. അപ്പം കമ്പനിയുടെ റവന്യൂവിന്റെ ഏകദേശം 90% എക്സ്പോർട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് ഇരട്ടിയായിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 5 ഇരട്ടി കൂടിയിട്ടുണ്ട്. ഹൈ നെറ്റ് പ്രോഫിറ്റ് മെയിൻലി മാർജിൻ എക്സ്പാൻഷൻ ആണ് വന്നത്. അപ്പൊ ഇത് 15% നിന്ന് 28% കൂടിയിട്ടുണ്ട്. മാനേജ്മെന്റ് പറഞ്ഞതനുസരിച്ച് 2025 ഫൈനാൻഷ്യൽ ഒരു കൺസോൾട്ടേഷൻ ഇയർ ആയിരുന്നു. ഇനിയും മുന്നോട്ടേക്ക് പോകുമ്പോൾ അടുത്ത 5 വർഷത്തിൽ കമ്പനി 18 മുതൽ 20% വരെ CAGR ഗ്രോത്ത് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് മാനേജ്മെന്റ് ഗൈഡൻസ്. അപ്പൊ കമ്പനി പെപ്റ്റൈഡ് സെഗ്മെന്റിൽ GLP-1 വെയിറ്റ് ലോസ് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള ഏരിയയിൽ വലിയ ഫോക്കസ് ഇവിടെ നൽകുന്നുണ്ട്. അപ്പൊ ഇത് $multi-billion മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സെഗ്മെന്റ് ആണ്.
ഈ ഓപ്പർച്യൂണിറ്റി ക്യാപ്ചർ ചെയ്യാനായിട്ട് ന്യൂലാൻഡ് ലാബ്സ് തന്റെ കേപ്പബിലിറ്റീസ് വേഗത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇവര് CMS ബിസിനസ് ക്ലിനിക്കൽ ട്രയൽസ് അതുപോലെ അപ്രൂവൽസിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ക്വാർട്ടർലി റവന്യൂ പ്രോഫിറ്റ് മാർജിനും ഓരോ ക്വാർട്ടറിലും ഒരേപോലെ ആയിരിക്കില്ല. ചില ക്വാർട്ടറിൽ നല്ല പെർഫോമൻസ് കാണിക്കുമ്പോൾ വേറെ ചില ക്വാർട്ടറിൽ കുറവായിട്ടായിരിക്കും ഇവിടെ കാണുന്നത്. അതായത് റിസൾട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കസ്റ്റമർ കോൺസെൻട്രേഷൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. റവന്യൂവിന്റെ ഏകദേശം ഒരു 64% ടോപ്പ് 5 കസ്റ്റമേഴ്സിൽ നിന്നാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെയിൻ കസ്റ്റമേഴ്സിൽ ആരെങ്കിലും ഓർഡർ കുറയ്ക്കോ ബിസിനസ് കുറയ്ക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ റവന്യൂവിനെ ബാധിക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട്. സോ ഇവിടുത്തെ പോയിന്റ് ഇതാണ്, ന്യൂലാൻഡ് ലാബ്സിൽ ബ്രേക്ക് ഔട്ടിന്റെ ഒപ്പം എക്സ്പോർട്ട്-ലെഡ് CDMO സ്റ്റോറേജ് സ്ട്രോങ് ആണ്. എന്നാൽ ക്ലയന്റ് കോൺസെൻട്രേഷനും വോളറ്റിലിറ്റിയും നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ ഫാക്ടേഴ്സ് തന്നെയാണ്. ഇനി നമ്മുടെ നാലാമത്തെ കമ്പനി ഒരു പ്യുവർ പ്ലേ ലക്ഷറി ഹോസ്പിറ്റാലിറ്റി സ്റ്റോറിയാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിൽ ബ്രാൻഡ് പ്രീമിയം വളരെ സ്ട്രോങ് ആണ്. എന്നാൽ കമ്പനിയുടെ പെർഫോമൻസ് ലക്ഷറി ഹോസ്പിറ്റാലിറ്റി ഡിമാൻഡ് സൈക്കിളിൽ നല്ലപോലെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ലീല പാലസസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്. ലിസ്റ്റിംഗിന് ശേഷം സ്റ്റോക്ക് റേഞ്ച് കൺസോൾട്ടേഷനിലായിരുന്നു. റേഞ്ച് റെസിസ്റ്റൻസിൽ നിന്ന് ഇപ്പൊ ബ്രേക്ക് ഔട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം റിലേറ്റീവ് സ്ട്രെങ്ത് ഔട്ട് പെർഫോം സിഗ്നൽ നൽകിയിട്ടുണ്ട്. അപ്പൊ 433 താഴെ പോയാൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കും. ലീല ഇന്ത്യയിലെ പ്യുവർ പ്ലേ ലക്ഷറി ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ്. അപ്പൊ അവരുടെ സ്ട്രാറ്റജി അസറ്റ് ഹെവി അതുപോലെ അസറ്റ് ലൈറ്റ് മോഡൽസിന്റെ 50-50 മിക്സ് ആണ്. ഇന്ത്യയുടെ ഈ മാപ്പിൽ കാണുന്ന പോലെ ബ്ലൂ സർക്കിൾസ് ഇപ്പൊ ഓപ്പറേഷനായ പ്രോപ്പർട്ടീസിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ കമ്പനിക്ക് 15 ഓപ്പറേഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഗ്രീൻ സർക്കിൾ കാണിക്കുന്നത് പൈപ്പ് ലൈനിലുള്ള പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഇപ്പോൾ 9 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പൊ 2026 ഫൈനാൻഷ്യലിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 48%. ഇത് ഇന്ത്യൻ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലെ ബെസ്റ്റ് ഇൻ ക്ലാസ് മാർജിനിൽ ഒന്നാണെന്നാണ് പറയാം. ഇനി ഇവിടെ റവന്യൂ ബ്രേക്കപ്പില് 52% റൂംസിൽ നിന്നാണ് വരുന്നത്, 36% ഫുഡ് ആൻഡ് ബിവറേജസ്, അതിൽ ബാക്കി 12% അതർ ആക്ടിവിറ്റീസ് എന്നാണ് വരുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽസിൽ കഴിഞ്ഞ 4 വർഷത്തിൽ സെയിൽസ് ഏകദേശം ഇരട്ടിയായിട്ടുണ്ട്. 2023 ഫൈനാൻഷ്യലിൽ കമ്പനി 62 കോടി നഷ്ടത്തിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 403 കോടിയുടെ പ്രോഫിറ്റിലേക്ക് വന്നു. ഇനി ഇവിടുത്തെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ ലീലയുടെ ഹൈ പേയിങ് ഗസ്റ്റ്സിൽ ഒരു വലിയ ഭാഗം US-ഉം UK-യിൽ നിന്നാണ് വരുന്നത്. Q4 FY26 മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്ട് കാരണം പല ഇന്റർനാഷണൽ ബുക്കിംഗ്സും ക്യാൻസൽ ആയി. അപ്പൊ അത് കാരണം ഒക്യുപ്പൻസി കുറഞ്ഞു. ഹോസ്പിറ്റാലിറ്റി ഡിമാൻഡ് സൈക്ലിക്കലാണ്. സ്ലോ ഡൗൺ അല്ലെങ്കിൽ ഡിസ്റപ്ഷന്റെ സമയത്ത് റവന്യൂ പെർ അവൈലബിൾ റൂം അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ പ്രഷറിലാവാം ഇവിടെ. ഇവിടുത്തെ പോയിന്റ് ഇതാണ്, ലീലയിൽ ലക്ഷറി ഹോസ്പിറ്റാലിറ്റി മാർജിൻസ് അതുപോലെ തന്നെ ബ്രാൻഡ് പ്രീമിയം സ്ട്രോങ് ആണ്. എന്നാൽ ഒക്യുപ്പൻസി, ട്രാവൽ ട്രെൻഡ്സ് അതുപോലെ സൈക്ലിക്കാലിറ്റി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ ഫാക്ടേഴ്സ് തന്നെയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് ഹെൽത്ത് ആൻഡ് FMCG സ്റ്റോറിയാണ്. അപ്പൊ ഇവിടെ ബ്രാൻഡ് സ്ട്രോങ് ആണ്, എന്നാൽ അക്വിസിഷന് ശേഷം ബാലൻസ് ഷീറ്റ് പ്രഷറിലായി. അപ്പൊ അതാണ് സൈഡസ് വെൽനസ്. അപ്പൊ ഏകദേശം കഴിഞ്ഞ 5 വർഷത്തോളം സ്റ്റോക്ക് റേഞ്ച് ബൗണ്ട് ആയിട്ട് നിന്നു. റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പലതവണ ഇവിടെ ശ്രമിച്ചുവെങ്കിലും എല്ലാ ബ്രേക്ക് ഔട്ട് അറ്റംപ്സും ഫെയിൽ ആയി ഇവിടെ. എന്നാൽ സ്റ്റോക്ക് ഇപ്പോൾ പ്രീവിയസ് ഹൈയുടെ മുകളിൽ ഒരു ഡിസിസീവ് ബ്രേക്ക് ഔട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം റിലേറ്റീവ് സ്ട്രെങ്ത്തും ഔട്ട് പെർഫോമൻസ് സിഗ്നൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ 518 താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. അപ്പൊ സൈഡസ് വെൽനസ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഫോക്കസ് ചെയ്യുന്ന FMCG പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. കലോറീസ് ഇല്ലാതെ നിങ്ങളുടെ ചായക്ക് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഷുഗർ ഫ്രീ ഉണ്ട്. അതുപോലെ തന്നെ സമ്മർ ടൈമിൽ ഇൻസ്റ്റന്റ് എനർജിക്കായിട്ട് ഗ്ലൂക്കോൺ ഡി ഉണ്ട്. ഹെൽത്തി സ്നാക്കിങ്ങിനായിട്ട് റൈറ്റ് ബൈറ്റ് മാക്സ് പ്രോട്ടീൻ ബാർസ് ഉണ്ട്. അപ്പൊ കമ്പനി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റി ട്രീറ്റ്സും ഈസി ടു യൂസ് പ്രൊഡക്ട്സും ഹെൽത്തി അതുപോലെ സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആക്കി മാറ്റുന്നതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ കമ്പനി 8 ബ്രാൻഡ്സിൽ 6 ഇൻക്ലൂഡിംഗ് ഷുഗർ ഫ്രീ, ന്യൂട്രാലൈറ്റ്, ഗ്ലൂക്കോൺ ഡി, നൈസിൽ, എവർ യൂത്ത് അതുപോലെ റൈറ്റ് ബൈറ്റും അവരുടെ കാറ്റഗറിയിൽ മാർക്കറ്റ് ലീഡർ ആണ്. ഫൈനാൻഷ്യൽസിൽ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് ഇരട്ടിയായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് വോളറ്റൈൽ ആയിട്ട് നിന്നു. അതിൽ 2026 ഫൈനാൻഷ്യലിൽ കഴിഞ്ഞ 5 വർഷത്തിലെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മെയിൻലി വീക്ക് മാർജിൻസ് കൊണ്ടാണ്. 2022 ഫൈനാൻഷ്യലിൽ 17%, 2026 ഫൈനാൻഷ്യലിൽ 13% കുറഞ്ഞു. അപ്പൊ മാർജിനിലെ പ്രഷറിലെ മെയിൻ കാരണം റോ മെറ്റീരിയൽ ഇൻഫ്ലേഷൻ, വീക്ക് സെയിൽസ് ഗ്രോത്ത്, അൺസീസണൽ റെയിൻസ് അതുപോലെ ഹയർ അഡ്വർടൈസ്മെന്റ് ആൻഡ് പ്രൊമോഷണൽ എക്സ്പെൻസ് ആണ്. ഇപ്പൊ Q4 FY26 കംഫോർട്ട് ക്ലിക്ക് അക്വിസിഷൻ കാരണം സെയിൽസ് ഇയർ ഓവർ ഇയർ 62% വളർന്നു. അതേസമയത്ത് ഡൊമസ്റ്റിക് ഗ്രോത്ത് ലോ സിംഗിൾ ഡിജിറ്റിൽ നിന്നു. മാനേജ്മെന്റ് ടാർഗറ്റ് അടുത്ത 2 വർഷത്തിൽ എബിറ്റ മാർജിൻ 17% മുതൽ 18% വരെ എത്തും എന്നാണ്. ഇപ്പം കമ്പനിയുടെ എബിറ്റ മാർജിൻ 13 മുതൽ 14% റേഞ്ചിലാണ്. റിസ്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കംഫോർട്ട് ക്ലിക്ക് അക്വിസിഷന് ശേഷം കമ്പനിയുടെ ബോറോയിങ്സ് 2025 ഫൈനാൻഷ്യലിൽ 0 ആയിരുന്നു. 2026 ഫൈനാൻഷ്യലിൽ ഏകദേശം 3000 കോടി വരെ കൂടി. അപ്പൊ ഇൻട്രസ്റ്റ് കോസ്റ്റ് 2025 ഫൈനാൻഷ്യലിൽ 12 കോടിയിൽ നിന്ന് 2026 ഫൈനാൻഷ്യലിൽ 98 കോടിയായിട്ട് കൂടി. അതുപോലെ ഡിപ്രീസിയേഷനും 28 കോടിയിൽ നിന്ന് 147 കോടി വരെ കൂടി. സോ ഈ ഉയർന്ന കോസ്റ്റ് കമ്പനിയുടെ ബോട്ടം ലൈനെ പ്രഷറിലാക്കി. 2026 ഫൈനാൻഷ്യലിൽ സെയിൽസ് 46% വളർന്നെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 30% ഇവിടെ കുറഞ്ഞു. അപ്പൊ ഇവിടെ അക്വിസിഷൻ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്ന സ്കെയിലിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ അത് കമ്പനിയുടെ ബോട്ടം ലൈനിൽ പ്രഷറിലാക്കാം. ഇനി വേറൊരു റിസ്ക് സീസണാലിറ്റി ആണ്.
ഗ്ലൂക്കോൺ ഡി, നൈസിൽ പോലുള്ള ബ്രാൻഡ്സ് സമ്മർ സീസണിൽ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമ്മർ സീസൺ ലേറ്റ് ആവുകയോ അല്ലെങ്കിൽ അൺസീസണൽ റെയിൻസ് ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെയിൽസ് അതുപോലെ ഇൻവെന്ററി പൈപ്പ് ലൈനെ ഇവിടെ ബാധിക്കാം. ഇവിടുത്തെ പോയിന്റ് ഇതാണ്, സൈഡസ് വെൽനസിൽ ബ്രേക്ക്ഔട്ടിനൊപ്പം ബ്രാൻഡ് പോർട്ട്ഫോളിയോ സ്ട്രോങ് ആണ്. എന്നാൽ അക്വിസിഷൻ, ഇന്റഗ്രേഷൻ, ഡെറ്റ്, മാർജിൻസ്, അതുപോലെ സീസണാലിറ്റി എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സോ ഇതാണ് ബ്രേക്ക്ഔട്ടിനൊപ്പം റിലേറ്റീവ് സ്ട്രെങ്ത് ഔട്ട് പെർഫോം സിഗ്നൽ വിസിബിൾ ആയിട്ടുള്ള 5 കമ്പനികൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്താണ്. ഇത് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇന്നത്തെ ഫേവറേറ്റ് കമ്പനി നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.